ഹരേ കൃഷ്ണ. സീതാദേവിയുടെ വിലാപം കഥാഭാഗം 2ാം ഭാഗമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ആഞ്ജനേയൻ ത്രിജടയെ മനസ്സിലാക്കിയെന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. ത്രിജട സീതാദേവിയോട് സ്നേഹപൂർവ്വം പെരുമാറിയപ്പോൾ സീത പറഞ്ഞു, ത്രിജടേ, കുറച്ചു മുൻപ് എൻ്റെ ഇടത് കണ്ണ് തുടിച്ചു. സാധാരണയായി സ്ത്രീകളുടെ വാമഭാഗത്തുള്ള നയനം തുടിച്ചാൽ നല്ല കാലം വരുമെന്നും നല്ല വാർത്ത ശ്രവിക്കാൻ ഇടവരുമെന്നുമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ അനുഭവം നേരെ മറിച്ചാണ്. നീ കേട്ടതല്ലേ അല്പം മുമ്പ് രാവണനിൽ നിന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്ന മനോവ്രത എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ദീനം വിലപിച്ചു. അത് കണ്ട് മനസ്സരിഞ്ഞ ത്രിജട തൻ്റെ വസ്ത്രാഗ്രം കൊണ്ട് സീതാദേവിയുടെ അശ്രുഗണങ്ങൾ ഒപ്പിയെടുത്തു. നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും സീതയ്ക്ക് അതൊന്നുകൊണ്ട് സ്വസ്ഥത ലഭിച്ചില്ല. ദേവി ദുഷ്ടനായ രാക്ഷസന്റെ വാക്കുകൾ ഓർത്തു വീണ്ടും കണ്ണീർ പൊഴിച്ചു. താൻ സ്വന്തം പതിയിൽ നിന്നും വേർപെട്ടിട്ട് 10 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും അദ്ദേഹം തന്നെ അന്വേഷിച്ച് വരികയുണ്ടായില്ല. ഇനി അവശേഷിക്കുന്നത് 2 മാസങ്ങൾ മാത്രം. അതിനുള്ളിൽ ശ്രീരാമൻ ലങ്കാപുരിയിൽ വരുമെന്നതിന് എന്താണ് ഉറപ്പ്? തനിക്കിവിടെയുള്ള ഏക ആശ്വാസം ത്രിജടയാണ്. എങ്കിലും അവളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ വയ്യ. ത്രിജട ഒരു രാക്ഷസിയല്ലേ? എപ്പോഴാണ് അവളുടെ സ്വഭാവം മാറുന്നതെന്ന് ആർക്കറിയാം? ഇനിയും ഘോര രാക്ഷസികളുടെ ഇടയിൽ കഴിഞ്ഞുകൊണ്ട് അധമനായി ഈ രാക്ഷസരാജൻ്റെ ഭീഷണി കേട്ട് കഴിയുന്നതിലും ഭേദം ജീവൻ ഒടുക്കുകയാണ് നല്ലത്. ഇനി 2 മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെയും തൻ്റെ നാഥൻ വരുമെന്നതിനു എന്താണ് ഉറപ്പ്? അഥവാ വന്നില്ലെങ്കിൽ രാവണൻ്റെ വാളിനിരയാകും. അതിലും എത്രയോ ഭേദമാണ് ഈ നരക ജീവിതം അവസാനിപ്പിക്കുക. പക്ഷേ അതിന് പോലും ഈ രാക്ഷസികൾ ഒരുപക്ഷെ അനുവദിച്ചെന്ന് വരില്ല. രാത്രി ഏറെയായിട്ടും അവൾ ഉറക്കം വിളിച്ചിരിക്കുകയാണ്. ദൈവമേ, ഇവർ ഒന്നുറങ്ങിയെങ്കിൽ എന്നുപോലും സീതാദേവി പ്രാർത്ഥിച്ചു. ദേവിയുടെ പ്രാർത്ഥന പോലെ തണുപ്പും ഉറക്കക്ഷീണവും രാക്ഷസികളെ വല്ലാതെ അലട്ടിയതിനാൽ അവർ ഒന്നൊന്നായി ഉറക്കം ആരംഭിച്ചു. ആ അവസരം പാഴാക്കാതെ സീതാദേവി അടുത്ത് കിടന്ന ഒരു പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് മരത്തിൻ്റെ ചുവട്ടിലിട്ടു. ആ കല്ല് കയറി നിന്നുകൊണ്ട് തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റം വൃക്ഷശിഖരത്തിൽ ബന്ധിച്ചു. മറ്റേ അറ്റം കഴുത്തിലിട്ട് കുരുക്കുണ്ടാക്കി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി കഥാഭാഗം അടുത്ത ഭാഗത്ത്.